സുധീഷ് ഒരു ചതിയനാണെന്ന് രാജീവ് നിധീനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും എത്രയും പെട്ടെന്ന് ഡൈവോഴ്സ് വാങ്ങണമെന്നും ഇവിടെ മോൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമെന്നും പറയുന്നു. ശേഷം എല്ലാവരും ചേർന്ന് നിധിയുടെ മനസ്സ് മാറ്റാനായി ശ്രമിക്കുന്നു. ഇതിനിടയിൽ സുഭാഷ് വനിയമാര് സുധീഷിനെ അന്വേഷിച്ച് നടക്കുന്നു. തുടർന്ന് ഏട്ടത്തിയുടെ അച്ഛനെ നന്നായി ഒന്ന് പെരുമാറിയാൽ സുധീഷ് ഏട്ടൻ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിയുമെന്ന് ഹരീഷ് പറയുന്നു. ഇതിനിടയിൽ ഹരീഷിന്റെ അവസ്ഥ അറിയാതെ ഹരീഷിനെ വിളിക്കുന്ന നീതുവിനോട് ഹരീഷ് പൊട്ടിത്തെറിക്കുന്നു. പിന്നീട് സുധീഷിനെ ഒറ്റയ്ക്കാക്കി ഗുണ്ടകൾ കഴിക്കാൻ പോകുന്ന സമയത്ത് അതിലൊരാളുടെ ഫോൺ താഴെ പോവുകയും സുധീഷ് ആ ഫോണിൽ കാലുപയോഗിച്ച് സുഭാഷിനെ വിളിക്കുകയും ചെയ്യുന്നു. തുടർന്ന് തന്നെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടു പോന്നതാണെന്നും എന്നാൽ സ്ഥലം എനിക്കറിയില്ലെന്നും അവർ തട്ടിക്കൊണ്ടുപോയ വഴി വെച്ച് ഒരുവിധം സുധീഷ് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന ഗുണ്ടകൾ സുധീഷ് ഫോണിൽ ആരെയോ വിളിച്ചു എന്ന് മനസ്സിലാക്കുകയും ആ വിവരം അരുണിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നതോടെ എത്രയും പെട്ടെന്ന് അവനെ അവിടെ നിന്ന് മാറ്റാൻ അരുൺ ഗുണ്ടകളോട് പറയുന്നു. തുടർന്ന് അവർ സുധീഷിനെ അവിടെ നിന്ന് മാറ്റാനായി ഒരുങ്ങുന്നു. ഇതേ സമയം സുഭാഷും അനിയന്മാരും സുധീഷ് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.